അടച്ചുറപ്പുള്ള വീട് എന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. കുട്ടമ്പുഴ ആനക്കയത്ത് തന്റെ ചോർന്നൊലിച്ച വീട്ടിൽ നിന്നും പുതിയൊരു വീട് എന്ന സ്വപ്നം കെട്ടിപ്പടുക്കുകയാണ് അൽഫോൺസ ചേച്ചി. പറക്കമറ്റാത്ത തന്റെ 3 പെൺകുട്ടികളുമായി ഇടിഞ്ഞു വീഴാറായ ചോർന്നൊലിച്ച വീട്ടിൽ കഴിഞ്ഞ ദിനങ്ങൾ ഇന്നും കോതമംഗലം ആനക്കയം സ്വദേശിയായ അൽഫോൺസയ്ക്ക് പേടി സ്വപ്നമാണ്. ഇപ്പോൾ താമസിക്കുന്ന 4.5 സെന്റ് സ്ഥലത്തിന് പട്ടയം കിട്ടിയിട്ടും പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്നു വീടെന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ. ഈ പെൻഷൻ കിട്ടൂലോ, അതുകൊണ്ട് കഴിയും. ഒത്തിരി പണിയുണ്ട്. ജനൽ പിടിപ്പിക്കണം, വാതിൽ പിടിപ്പിക്കണം. പട്ടയം കിട്ടാൻ വേണ്ടി ഇങ്ങനെ അപേക്ഷ വെച്ചു. പല പ്രാവശ്യം ഇങ്ങനെ പട്ടയം കൊടുക്കുന്നുണ്ട്. അപേക്ഷ വയ്ക്കാൻ പറയുമ്പോൾ അങ്ങനെ പല പ്രാവശ്യം അപേക്ഷ വെച്ച് അതിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. പിള്ളേരൊക്കെ കുഞ്ഞുങ്ങളല്ലായിരുന്നു, അതുകൊണ്ടൊന്നും പണിയാനൊന്നും പറ്റിയില്ല. ഇപ്പം ഇവിടെ ഞാനും ചേട്ടനുള്ളൂ. ഞങ്ങൾക്ക് 3 പെൺപിള്ളേരായിരുന്നു. പെൺപിള്ളേരൊക്കെ കല്യാണം കഴിച്ചു വിട്ടു. ഇപ്പം ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പല പ്രാവശ്യം അപേക്ഷിച്ചതായിരുന്നു, എന്നിട്ട് അന്നാലൊന്നും കിട്ടിയില്ല. ഇപ്പോഴാണ് വീട് കിട്ടിയത്. 2023 അവസാനത്തോടെയാണ് സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അൽഫോൺസയ്ക്ക് വീട് ലഭിച്ചത്. തന്റെ പഴയ വീട് പൂർണ്ണമായും വാസയോഗ്യമല്ലാതായതോടെ അസുഖബാധിതനായ ഭർത്താവുമായി വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് വാടക കൊടുക്കാനുള്ള പണവും ചെലവുമെല്ലാം കൂട്ടിമുട്ടിക്കാനാകാതായതോടെയാണ് പണി തീരുന്നതിന് മുൻപ് തന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതും. ഓട് വെച്ച വീടായിരുന്നു. അപ്പോൾ ചോർന്ന് ഒലിച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പം ഈ വീട് കിട്ടിയത്. മഴ പെയ്ത് അപ്പടി നനയുമായിരുന്നു. കിടക്കാൻ പോലും വെച്ച് കഞ്ഞി കുടിച്ചു കുടിക്കാൻ പോയി പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ വീട്ടിൽ കിടന്നത്. അത് ഞങ്ങൾ വാർത്ത കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാം വാരി കെട്ടി കയറി പോന്നു. ഒത്തിരി ബുദ്ധിമുട്ടി. ഇപ്പോൾ കുഴപ്പമില്ല, സന്തോഷമായി. ഞാൻ തൊഴിലുറപ്പിന് പോകും, പിന്നെ എന്തെങ്കിലും കൂലിപ്പണി കിട്ടിയാൽ പോകും. ചേട്ടന് ഇപ്പോൾ ഒന്നിനും പോകാൻ പറ്റില്ല. ചേട്ടൻ്റെ സ്റ്റോക്ക് വന്നതാ, ഒരു വശം കൊണ്ട് തളർന്നു പോയതാ. ഒത്തിരി പൈസയായി. റോട്ടിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും ചുമന്ന് കയറ്റുന്നത്. കട്ട, മണല്, മിറ്റില്, സിമെന്റ്, റോട്ടിലിട്ട കോൺക്രീറ്റ് കൂട്ടിയാണ് ഈ മുകളിലേക്ക് ചുമന്ന് കയറ്റിയത്. ഇനിയും പണികൾ ഒരുപാടുണ്ട്. അവയെല്ലാം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അൽഫോൺസ. ചോർന്നൊലിക്കാത്ത കൂരയ്ക്കുള്ളിൽ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ.